ഉള്ളിലേക്ക് വരണം, ഈ ചെറിയ ഞാൻ പുറത്തു പോകണം. അപ്പോൾ മാത്രമേ ദൈവവിശ്വാസിയെ യഥാർത്ഥ അനുഗ്രഹം നമുക്കുണ്ടാകത്തുള്ളൂ. ഭൂലോകത്തിൽ അല്പകാലം മാത്രം ജീവിക്കുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നിരിക്കുമ്പോൾ ചെറിയ ഞാനുകള് വലിയ ഞാനായി മാറുമ്പോൾ, വലിയ ഞാന് സ്ഥാനമില്ലാതെ പോകുമ്പോഴാണ് ദോഷങ്ങളും കഷ്ടങ്ങളും മ്ലേച്ഛതകളും ലോകത്തിൽ കടന്നു വരുന്നത്. എന്തുകൊണ്ടാ ഇന്ന് ഈ മോഡേൺ ലോകത്തിൽ യേശുവിന് സ്ഥാനമില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാ കുടുംബങ്ങളിൽ യേശുവിന് സ്ഥാനമില്ലാതെ പോകുന്നത്? വലിയ ഞാനാകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞ് വലിയ ഞാനെ നമ്മളെല്ലാം പിടിച്ചു പുറത്താക്കിയിട്ട് ചെറിയ ഞാനുകൾ നമ്മളെ അകത്തിരിക്കുമ്പോൾ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ, നിരാശകൾ, കണ്ണുനീരുകൾ, രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ എല്ലാം കടന്നു വരികയാണ്. വരുന്നതല്ല നമ്മൾ പിടിച്ചു വാങ്ങിക്കാൻ. കാരണം ഉള്ളിലിരിക്കേണ്ടത് നമ്മൾ പിടിച്ചു പുറത്താക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പറയാം, മൂഢനല്ല, അവിശ്വാസി, മഹാഭാവിയുമല്ല ഞാൻ കർത്താവേ, നീയാണ് എനിക്കെല്ലാം. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് പറയാം. അവൻ സ്വന്തത്തിൽ അവൻ ദൈവത്തിന് സ്ഥാനമില്ല എന്ന് പറയുവാൻ കാരണം 18-ാം വാക്യത്തിൽ ഞാൻ ഇടിക്കും എന്നവൻ പറയുക. അപ്പോ തന്റെ സ്വന്തം കഴിവിലും അവൻ വിശ്വസിച്ചു അല്ലെ. I will tear it down. ഞാൻ ഇതിന് പൊളിക്കും, ഞാൻ ഇടിച്ച് വലിയ കളപ്പുറത്ത് എനിക്ക് ബലമുണ്ട്, എനിക്ക് ഭയങ്കര ശക്തിയുണ്ട്, ഞാൻ ചെയ്യും. പലരും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. അല്പം ഉള്ളിലൊന്ന് പോയാൽ അവരുടെ ബലം പുറത്തു വരും. ഞാൻ ആരെന്നറിയാമോ, ഞാൻ നിന്നെ ഇടിച്ചു കളയും, ഞാൻ നിന്നെ പൊളിച്ചു കളയും എന്നൊക്കെയും പറയും. അങ്ങോട്ട് പോകുമ്പോൾ തടയിൽ കിടക്കുന്നത് കാണാം. അത്രയേ ഉള്ളൂ ബലം, മനുഷ്യന്റെ ബലം അത്രയേ ഉള്ളൂ. നമ്മുടെ ശ്വാസമുള്ളവർ ആരെയും വിശ്വസിക്കരുതെന്നാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ പറയണം അല്ലേ. ബലം കർത്താവാണ്. വേദപുസ്തകത്തിൽ സങ്കീർത്തനം 33:17 പറയുന്നു, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചാലും ജയം തരേണ്ടത് ദൈവമാണ്. എല്ലാം മുൻപന്തിയിൽ നിർത്തിയാലും ബലം തരുന്നവൻ ദൈവമാണ്. എല്ലാം ഉണ്ടെങ്കിലും ബലം തരുന്നവൻ എന്റെ കർത്താവാണ്. ആസാ രാജാവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ട്രെയിൻഡ് ആയിട്ടുള്ള എനിക്ക് ഈ പടവീരന്മാരുണ്ട്, എങ്കിലും എന്നെ നീ സഹായിക്കണമേ. അതാണ് കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഗുഡ് പ്രൊഡക്ഷൻ വിതൗട്ട് ദ പ്രൊഡ്യൂസർ. നല്ല വിളവുണ്ട്, വിളച്ചിൽ തരുന്നവന് വിട്ടുകളയരുത്. നമ്മൾ പറയാൻ, കർത്താവേ, നിന്നിൽ ആശ്രയിക്കുകയാണ്, നിന്നിൽ മാത്രം ആശ്രയിക്കുകയാണ്, എന്റെ ബലമെല്ലാം നിന്നിലാണ്, നീ എന്നെ അനുഗ്രഹിക്കണം. ചിലർ നോക്കുക, ചിലർ നല്ല 6 പാക്ക് ഒക്കെ വെച്ചിട്ട് മസിലൊക്കെ വെച്ചിട്ട് വരാറുണ്ടല്ലേ. അവരെക്കാളും കൂടുതൽ കാര്യം ഇതൊന്നുമില്ലാത്ത ചിലർ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവം അവരോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. ഈ പ്രാകൃത മനുഷ്യൻ പ്രത്യേകമായി വെളിയിൽ കാണുന്നത് കൊണ്ട് ഒന്നുമല്ല നടക്കുന്നത്. ലോകത്തിലിരിക്കുന്നവനേക്കാൾ ഒരുത്ത എന്റെ ഉള്ളിലുണ്ടല്ലോ, അവനുള്ളത് കൊണ്ടാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്, അവനുള്ളത് കൊണ്ടാണ് വിടുതൽ ഉണ്ടാകുന്നത്, അവനുള്ളത് കൊണ്ടാണ് എനിക്ക് വളർച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ നാം പറയാം, ഞാൻ അല്ല, യേശു കർത്താവ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ കുറയണം, അവനോ വളരണം. ഞാൻ കുറയണം. കർത്താവ്, എനിക്കറിയാം നിന്നെക്കാൾ മുമ്പുണ്ടെങ്കിലും എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല, നീ എന്ന് പറയുന്ന ഒരു അനുഗ്രഹം നമുക്ക് വേണം. രണ്ടാമതായി, എന്തുകൊണ്ടാ യേശു കർത്താവ് ഉപമയിൽ കൂടെ അവനെ മൂഢ എന്ന് വിളിച്ചത്? ഗുഡ് കൺസ്ട്രക്ഷൻ വിതൗട്ട് ദ കൺസ്ട്രക്ടർ. 18-ാം വാക്യം വായിക്കുക. അവൻ പറയുന്നത്, എനിക്ക് ഒരുപാട് തലമുറയ്ക്കായി ഭക്ഷിക്കാനും. എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇടിച്ച് കളപ്പുരകളെ വലുതാക്കും. നല്ല പണിയാണ് കൺസ്ട്രക്ഷൻ, നല്ല ബിൽഡിംഗ് പണിയാണ് അവൻ ചെയ്യുന്നത്. എല്ലാം ഇടിച്ചു പൊളിച്ച് വലുതാക്കുകയാണ്. പക്ഷേ പണിയുന്നവനില്ലാതെ പോയി. വചനം എന്താ? സങ്കീർത്തനം 127 ഒന്ന് പറയുന്നത്, യഹോവ വീട് പണിയാകുക, പണിയുന്നവർ വൃഥ അധ്വാനം. അപ്പൊ ഇവനെ നോക്കി മൂഢാന്ന് വിളിച്ചാൽ തെറ്റുണ്ടോ? ഇല്ല. അവൻ പറയുകയാണ്, ഞാൻ ഇടിച്ച് ഞാൻ പണിയാൻ പോവുകയാണ്. അവൻ പണിയാൻ പോയപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, മൂഢ, ഇന്ന് രാത്രി നിന്റെ പ്രാണൻ. അത്രേ ഉള്ളൂ. അപ്പൊ അവൻ ചിന്തിക്കണം. അതാണ് കർത്താവിന്റെ ഒരു ലക്ഷ്യമായി. നീ ചിന്തിക്കണം, ഞാൻ പണിയുമെന്ന് പറഞ്ഞുവല്ലോ, പക്ഷെ പണിയുന്നവൻ എവിടെ? പണിയുന്നവൻ ആബ്സെന്റ് ആയി പോയി. ഇന്ന് ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്റെ കുടുംബത്തെ പണിയും, ഞാൻ എന്റെ വ്യക്തിത്വത്തെ പണിയും, ഞാൻ എന്റെ എല്ലാം പണിയും. പക്ഷെ ചെക്ക് ചെയ്യുക, പണിയുന്ന യേശു കർത്താവ് നമ്മുടെ ഇടയിലുണ്ടോ? പണിയുന്നവരുണ്ടെങ്കിലേ നമുക്ക് സക്സസ് ആകത്തുള്ളൂ. എബ്രായർക്കെഴുതിയ 3-ാം അധ്യായം 4-ാം വാക്യം, ഏത് ഭവനം ചമപ്പാൻ ഒരുത്തൻ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവേ,
എല്ലാം ചമച്ചവൻ നീയാണ്, എന്നെ ചമയ്ക്കുന്നവൻ നീയാണ്, എന്റെ വീട്ടിനെ പണിയുന്നവൻ നീയാണ്. ഓർക്ക് എന്തുകൊണ്ട് വിവാഹങ്ങൾ കഴിയുന്നു? ക്രിസ്തീയ ഭവനങ്ങളിൽ ഡൈവോഴ്സ് എന്താണ് കൂടുന്നത്? എന്തുകൊണ്ട് കോടതികളിൽ ക്രിസ്ത്യൻ കുടുംബങ്ങൾ പോയി നിൽക്കുന്നു? യഹോവ ഭവനം പണിയാതിരുന്ന വൃഥാധ്വാനിക്കുന്നു. നമ്മുടെ ജ്ഞാനം കൊണ്ട്, നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ താലന്തുകൾ കൊണ്ട്, നമ്മുടെ പണം കൊണ്ട് കുടുംബങ്ങൾ എന്ന് പണിയുവാൻ തുടങ്ങിയോ അന്ന് കട്ടതയും തുടങ്ങി. പഴയകാലത്ത് അപ്പൂപ്പന്മാർ, പഴയകാലത്ത് ദൈവഭക്തന്മാരെ നോക്കുക, പാട്ടുപാടി പ്രാർത്ഥിച്ചാണ് കുടുംബം പണിയുന്നത്. ഇന്ന് പാട്ടുമില്ല, ഒന്നുമില്ല. പാട്ടും പാടി പോയെന്ന് പറയത്തില്ലേ, അതുപോലെ പാട്ടും പാടി പോകുന്ന കുടുംബങ്ങളാണ്. ദൈവവിശ്വാസ കുടുംബങ്ങൾ തകർച്ചയിലാണ്. കുടുംബങ്ങളെല്ലാം കോടതി വക്കിലാണ്. ആരാധനയ്ക്ക് വരേണ്ടവൻ ആരാധനയ്ക്ക് വരാതിരുന്നാൽ കോടതി പോയി നിൽക്കുമെന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രി നമ്മൾ ഓർക്കണമേ, കുടുംബം പണിയേണ്ടത് ദൈവമാണ്. പണിയേണ്ടവനെ മാറ്റി നിർത്തിയിട്ട് പണിതാൽ അവിടെ എല്ലാം കഷ്ടത തന്നെയാണ്. പറയുന്നത് ഞാൻ പണിയും. യേശു കർത്താവ് പറഞ്ഞ അഹംഭാവിയെ, അവിശ്വാസിയെ, മൂഢ, നീ എന്നെ പണിയേണ്ടത്. ആരാണ് പണിയേണ്ടത്? ദൈവം പണിയണം. ചമയ്ക്കുവാൻ ഒരുത്തം വേണം, അത് ദൈവമായിരിക്കണം. ഞാൻ രാവിലെ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഇന്ന് ആൾക്കൂട്ടം എവിടെ നോക്കുക. പണ്ടൊക്കെ ആലയങ്ങളിൽ ആൾക്കൂട്ടമുണ്ടല്ലോ, ധാരാളം ആളുകൾ വരാം. കൺവെൻഷനൊക്കെ വയ്ക്കുമ്പോൾ ഒത്തിരി ആളുകൾ വരാറുണ്ട്. ഇന്ന് ആൾ കുറവാണ്. ആൾക്കൂട്ടം എവിടെയെന്ന് പറയുന്നത്, ഇന്ന് ആൾക്കൂട്ടം എവിടെയാണ്? രണ്ട് സ്ഥലത്താണ്. ഒന്ന് എന്തെങ്കിലും കഴിക്കുന്ന സ്ഥലത്തും, രണ്ട് പോയി കിടക്കുന്ന സ്ഥലത്തും. കിടക്കുന്ന സ്ഥലം ഏതാണ്? ഹോസ്പിറ്റലുകൾ, ആശുപത്രികൾ. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ഇവിടെ തിന്നിട്ട് അവിടെ പോയി കിടക്കുക, ഇവിടെ ഭക്ഷിക്കുക, അവിടെ രോഗിയായി കിടക്കുക, ഇവിടെ ഭക്ഷിച്ച് നിറച്ചിട്ട് അവിടെ രോഗിയായി കിടക്കുക. ആലയത്തിൽ ആളില്ല, ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ ആളാണ്. ആലയത്തിൽ ആൾ കുറയുമ്പോൾ ആശുപത്രിയിൽ ആൾ കൂടും. ആലയത്തിൽ പോയില്ലെങ്കിൽ ആശുപത്രി പോകുന്നതാണ് ഞാൻ പറയുന്നത്. ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കണം. ആ ഭവനം പണിയുന്ന ദൈവത്തെ സേവിക്കണം. എന്റെ കുടുംബം പണിയുന്ന ദൈവത്തെ ആരാധിക്കണം. എന്റെ മക്കളെ പണിയുന്ന ദൈവത്തെ ആരാധിക്കണം. ഒരു സമയം മുട്ടിന്മേൽ നിന്നുകൊണ്ട് യേശു കർത്താവേ മക്കളെ നീ സൂക്ഷിക്കണമേ, യേശു കർത്താവേ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് തലമുറ മാറിയിട്ട് ഇന്ന് പ്രാർത്ഥിക്കേണ്ട സമയവും മക്കളെ നാം ദൂരെ പറഞ്ഞുവിട്ട് അവരുടെ പഠനം മാത്രം പ്രാധാന്യം എന്ന് ലക്ഷ്യമാക്കിയോ അന്ന് കുടുംബങ്ങൾ തകരാൻ തുടങ്ങി. ദൈവമക്കളെ, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുക. പിന്നീട് മക്കളെ ചൊല്ലി കരയുകയാണ് അല്ലേ? എത്ര മാതാപിതാക്കൾ ഉന്നത സ്ഥാനമുണ്ടോ എന്നെ നോക്കണില്ല, ദൈവത്തിന് ഇഷ്ടമായി നടക്കുന്നില്ല, ദൈവപ്രവൃത്തിയിൽ നടക്കുന്നില്ല, മക്കൾ തലമുറകൾ നശിച്ചു പോവുകയാണ്. എന്താ കാര്യം? നമ്മൾ ദൈവം പണിയാൻ അനുവദിച്ചുവോ? ദൈവത്തിന് കരങ്ങളിൽ കൊടുത്തുവോ? കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുവോ? തലമുറയായി ദൈവത്തെ അറിയുന്ന ഒരു തലമുറ ഉണ്ടോ എന്ന് തിരുവചനം പറയുന്നുവല്ലോ. നമ്മുടെ തലമുറകൾ ദൈവത്തെ അറിയുന്നുവോ? തലമുറകൾ ആലയത്തിൽ വരുന്നുണ്ടോ? തലമുറകൾ തിരുവചനങ്ങളെ എടുക്കുന്നുണ്ടോ? അല്ല, ഇത് മോഡൽ ലോകത്തിൽ ഇതൊന്നും സമയമില്ല. അതുകൊണ്ട് കുടുംബങ്ങൾ കഷ്ടപ്പെടുകയാണ്, കുടുംബങ്ങൾ നഷ്ടത്തിലേക്ക് പോവുകയാണ്. ദൈവമക്കളെ, നമുക്ക് പറയാം, യഹോവ ഭവനം പണിയാതിരുന്ന പണിയുന്നവർ വൃഥാ അധ്വാനിക്കുകയാണ്. ദൈവം പണിയണം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവം പണിയണം. 1 പത്രോസ് 2:4-7 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത്? അവൻ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീരും. അപ്പൊ യേശു കർത്താവ് എന്റെ മൂലക്കല്ലായി തീരണം. എന്റെ കുടുംബത്തിന്റെ മൂലക്കല്ല, എന്റെ മക്കളുടെ ജീവിതത്തിലെ മൂലക്കല്ല. യേശു മാറണം എന്ന് പറയണം. മൂലക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. ഭവനം പണിയുമ്പോൾ മൂലക്കല്ലിൽ നിന്ന് തുടങ്ങി മൂലക്കല്ലിൽ അവസാനിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ്. എൻ്റെ ഓർമ്മ അതാണ്. അവിടെ തുടങ്ങി കറങ്ങി അവിടെ ഒന്ന് തീരുന്നത്. അതാണ് ആദ്യം ഇടുന്ന മൂലക്കല്ല് എന്ന് പറയുന്നത്, ക്യാപ്സ്റ്റോൺ എന്ന് പറയുന്നത്. ആ മൂലക്കല്ല് എന്ന് പറയുമ്പോൾ തുടക്കവും അവസാനം ആരായിരിക്കണം? ഈ കല്ല് തന്നെ. അപ്പൊ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല യേശു കർത്താവ്. എന്റെ തുടക്കവും ഒടുക്കവും, എന്റെ ആദ്യവും അവസാനവും, എന്റെ എല്ലാം യേശു കർത്താവായിരിക്കണം എന്നാണ് അതിനർത്ഥം. അപ്പൊ കുടുംബത്തിൽ നമ്മൾ വരുമ്പോൾ എല്ലാം യേശു കർത്താവ്. തുടങ്ങുന്നതും യേശു കർത്താവിൽ, അവസാനിപ്പിക്കുന്നതും യേശു കർത്താവിൽ. തുടക്കവും കർത്താവാണ്, ഒടുക്കവും കർത്താവാണ്. പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഇന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്താട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ച് ആരംഭിക്കാറുണ്ട്. എത്ര പേര് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാറുണ്ട്? ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പറയാറുണ്ട്. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന എത്ര പേരുണ്ട്? അതാണ് നന്ദി പറയുക എന്ന് പറയുന്നത്. പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ്. നമ്മൾ എത്ര പേർ ദൈവത്തിന് നന്ദി പറയുന്ന പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹങ്ങളെ പ്രാപിച്ചവർ. ഈ 10 കുഷ്ഠരോഗികളിൽ 9 പേരെ പോലെ എന്നെയോ
കർത്താവേ എന്റെ കുഷ്ഠരോഗം മാറണമേ, സമുദായത്തിൽ എനിക്ക് ഒരു വിലയുമില്ല, എല്ലാവരും ഒതുക്കി വെച്ചിരിക്കുകയാണ്. ആ കുഷ്ഠരോഗിയെ കാണുമ്പോൾ അവൻ മാറിപ്പോവുകയാണ്. ഇന്നലെ വരെയും എന്നെ സ്വന്തം മകൻ സ്വന്തം ഭർത്താവെന്ന് ചിന്തിച്ചവർ കുഷ്ഠരോഗം കണ്ടപ്പോൾ പാളയത്തിന് പുറത്താക്കിയിട്ട് കുഷ്ഠരോഗി നിലവിളിച്ച് എന്റെ നെഞ്ചിൽ റുക്കുമാർ വേദനയോട് അകറ്റി വെക്കുന്ന നാടുകളിൽ യേശുവേ സൗഖ്യമാക്കണമെന്ന് ഓടി വന്നപ്പോൾ യേശു കർത്താവ് പോകുക എന്ന് പറഞ്ഞപ്പോൾ പോയ വഴിക്ക് സൗഖ്യമായല്ലോ. 9 പേര് എന്ത് ചെയ്തതാണ്? തുടക്കം യേശുവാണ്, ഒടുക്കം അവരുടെ കുടുംബക്കാരാണ്. ഒരുത്തൻ ചിന്തിച്ചോള പറ്റത്തില്ല, തുടങ്ങിയപ്പോൾ യേശുവാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് യേശുവിനായിരിക്കണം. സൗഖ്യം യേശു തന്നുവെങ്കിൽ തിരിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് വരണം. ഇന്ന് ദൈവത്തിൽ നമുക്ക് നന്മകൾക്ക് വേണ്ടി ഉള്ളവൻ മാത്രമല്ല യേശു കർത്താവ്. അവൻ സ്തുതികളുടെ മധ്യ വാസം ചെയ്യുന്നവനാണ്, അവൻ സ്തുതിക്ക് യോഗ്യനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുള്ളവനാണ്. നമുക്കായി ജീവൻ നൽകിയ യേശു കർത്താവ് വെറും പ്രാർത്ഥനകളെ പറഞ്ഞിട്ട് കുറിപ്പെഴുതി കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കേണ്ടവൻ മാത്രമല്ല യേശു കർത്താവ്. അത് വാങ്ങിച്ചോളണം, നന്മകളെ പിടിച്ചെടുത്തോളണം, എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളവരാണ് പണിയുന്നവൻ കർത്താവ് എന്ന് പറയുന്നത്. അതല്ലാത്തവരെല്ലാം പണിയുന്നവനെ കാണാനില്ല. ഓരോ പ്രവൃത്തിയിലും നമ്മൾ ചിന്തിക്കണം, ഞാൻ പണിയുന്ന പണിയിലൊക്കെ യേശു ഉണ്ടോ? എന്റെ കുടുംബത്തിൽ യേശു കർത്താവ് ഉണ്ടോ? എന്റെ വ്യക്തി ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ടോ? എന്റെ മക്കളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ടോ? എന്റെ ജോലിയിൽ യേശു കർത്താവ് ഉണ്ടോ? എന്റെ വീട്ടിൽ യേശു കർത്താവ് ഉണ്ടോ? എന്റെ പോക്കിലും വരത്തിലും ഒക്കെ യേശു കർത്താവ് ഉണ്ടോ? അത് തുടങ്ങിയപ്പോ എല്ലാം നന്മയ്ക്ക് വേണ്ടി നിലവിളിച്ചിട്ടോ കിട്ടിയപ്പോ യേശുവിനെ പുറത്തു നിർത്തിയിട്ട് ഞാൻ അങ്ങനെ നടക്കുകയാണെന്നൊന്ന് ഇത് രാത്രി നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. 2025 ചിന്തിച്ചില്ല എങ്കിൽ താമസിച്ചു പോയി ദൈവമക്കളെ. ഓർക്ക് കർത്താവിനെ പിരിഞ്ഞിട്ടല്ല, യേശു മതി കർത്താവ്, എനിക്ക് എല്ലാ സമയങ്ങളിലും എല്ലാ നേരങ്ങളിലും എനിക്ക് യേശു കർത്താവ് മതി. ഒരു സമയം നമ്മളെല്ലാം കുടുംബമായി പഴയ മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നവർക്ക് മനസ്സിലാകും. പണ്ടത്തെ കാലത്തിൽ വലിയ വീടുകളില്ല, വലിയ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും അപ്പനും അമ്മയും മക്കളും ഒക്കെ തറയിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഭക്ഷണ സമയമാകുമ്പോൾ വിശ്വാസ കുടുംബങ്ങളിൽ അപ്പനും അമ്മയെ വിളിക്കാറുണ്ട്, മക്കളെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് കഴിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്നതൊക്കെ മാറിപ്പോയി. അപ്പൻ ഒരിക്കൽ കഴിക്കും, അമ്മ ഒരിക്കൽ കഴിക്കും, മോൻ ഒരിക്കൽ, മോൾ ഒരിക്കൽ മൊബൈലും എടുത്തുകൊണ്ട് ഒരാൾ റൂമിൽ പോകും, ഒരാൾ ടിവിയുടെ മുമ്പിൽ പോകും, ഒരാൾ വീട്ടിൽ പോകും. എപ്പോഴും உங்களுக்கு ചിന്നാഭിന്നമായി ചിതറടിക്കപ്പെട്ട കുടുംബങ്ങൾ. ആ കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, ഐക്യമത്യമില്ല, ദൈവമില്ല. നോക്കണമേ, പഴയതിലേക്ക് തിരിയണം. പഴയതിലേക്ക് എന്താണ്? പഴയ പാരമ്പര്യ പഴയ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞാണ്ട് യേശു കർത്താവാണ് എനിക്കെല്ലാം, അവനാണ് പണിയേണ്ടവൻ, അവനാണ് എനിക്ക് സർവ്വം എന്ന് പറഞ്ഞ് മക്കളെ കൂട്ടിയിരുത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷിക്കുന്ന ഒരു സമയം നമുക്ക് വേണം. ഫാമിലി prays together, eats together, stays together. അല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം ഒരുമിച്ച് താമസിക്കും. ഇന്ന് അതൊന്നുമല്ലല്ലോ. ഓരോ സമയം ഓരോന്ന് വരും. നമ്മൾ തന്നെ പറയാറുണ്ട്, ഒന്ന് എപ്പോ വരുന്നു, ആരാണ് ഒന്ന് എപ്പോ വരുന്നു, രണ്ടാമത്തേത് എപ്പോ വരുമോ, മൂന്നാമത്തേത് എപ്പോ വരുമോ. ഇതേതാണ്? ഒന്ന് അപ്പൻ ഭർത്താവ്, 2 മക്കള്. ഇങ്ങനെയാണ് പേര്. അവിടെ എന്താണ് മാറിയത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭർത്താവിന്റെ പേര് 1, ഭാര്യയുടെ പേര് 2, മോന്റെ പേര് 3, മോളുടെ പേര് 4. നല്ല മനോഹരമായ പേരുകളാണ്. ചിലപ്പോൾ വിളിക്കാൻ കഷ്ടമുള്ളതും നമ്മൾ പറയാണ് 1, 2. അതല്ലേ? ഗതികേടാണ്. ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള കാലമാണ്. പണിയുന്ന ദൈവത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു കാലമാണ്. എന്നെ പണിയുന്ന ഒരു കർത്താവ്, എന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന യേശു കർത്താവ്, അവരുടെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിക്കപ്പെടുന്ന യേശുവിനെ മുൻനിർത്തിക്കൊണ്ടോ എന്നെ ചെക്ക് ചെയ്താൽ അവിടെ യേശുവിനെ കാണാൻ കഴിയും. എന്നെ നോക്കിയാൽ അവിടെ യേശുവിനെ കാണാൻ കഴിയും. എന്റെ കുടുംബത്തിനകത്ത് വന്നാൽ യേശുവിനെ കാണാൻ കഴിയും. എന്റെ ഉയർച്ചയുടെ കാരണമെല്ലാം യേശു എന്ന് പറയുവാൻ എത്ര പേർക്ക് ചങ്കുറപ്പുണ്ട് പ്രിയമുള്ളവരെ? പറയുവാൻ ലജ്ജമുണ്ട് നമുക്ക് യേശു കർത്താവ് പറയാൻ. കാരണം ഇന്നത്തെ കാലത്തിൽ യേശു പറയാൻ നാണക്കേട്, ലജ്ജിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. ബൈബിൾ എടുക്കുവാൻ ലജ്ജമുണ്ടോ? പക്ഷേ നമുക്ക് തിരിച്ചു വരാം വിശ്വാസത്തിലേക്ക്. കർത്താവേ, നീയാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് വേണം. എന്നെ നിർത്തിയിരിക്കുന്നത്, വീഴാതെ വേണം കാക്കുന്നത്, നല്ല കുടുംബം തന്നെ യേശു എന്ന് പറയുവാൻ ഒരു ധൈര്യം നമുക്ക് വേണം. അപ്പൊ കൺസ്ട്രക്ഷൻ മാത്രം പോരാ, കൺസ്ട്രക്ടറും വേണം. എന്ന് പറഞ്ഞാല് പണിയപ്പെടുന്നത് മാത്രം പോരാ, പണിയുന്നവനും കൂടെ നമുക്ക് വേണം. അവനാണ് നമ്മെ നടത്തിരുന്നവൻ, എന്നും നടത്തിരുന്നവൻ യേശു കർത്താവാണ്.
ആ യേശുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് നമുക്ക് പറയാൻ, കർത്താവേ നീ എന്നെ നടത്തണമേ, നാൾതോറും തന്റെ കൃപയാൽ എന്നെ നടത്തണമെന്ന് പറയാമോ? വേറെ ആരും നോക്കി പറയണ്ട, നടത്തണമേ. പലരും പറയാറുണ്ട് എന്നെ ഒന്ന് നടത്തണമേ. നമുക്ക് പറയാം, യേശുവേ നീ എന്നെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 2 കരങ്ങൾ പഠിച്ച ആ ഒരു പാട്ട് നമുക്ക് പാടാമോ? ഹല്ലേലൂയ. നടത്തിടുന്നു ദൈവം എന്നെ നടത്തിടുന്നു, നാൾതോറും തൻ കൃപ നാൾതോറും നടത്തുന്ന കർത്താവിനെ നന്ദി പറയുന്നവരായിരിക്കണം. ഞാൻ നമ്മുടെ കുറിച്ചിയിൽ വന്നപ്പോൾ പറഞ്ഞു എന്നറിയുന്നില്ലെങ്കിലും ഒന്ന് പറയാം. ഒരിക്കൽ ഇന്ത്യയിൽ ഒരുപാട് പേര് ഇവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ലോകത്തിൽ. അങ്ങനെ ഇരുന്നപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് യേശുവിനെ കാണണം, സ്വർഗം കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദിവസം ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഒരു ദൂതൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ദൂതൻ സ്വർഗമെല്ലാം കാണിച്ചു. ഭാവനയിലുള്ള ഒരു കാര്യമാണ്, കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാം കാണിച്ചപ്പോൾ ദൂതന്മാർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണ്. ധാരാളം കമ്പ്യൂട്ടറുകൾ, പഴയ മോഡൽ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പുകളും ഐപാഡുകളും പുതിയ സംവിധാനത്തിലുള്ള കമ്പ്യൂട്ടറുകളിൽ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ബിസിയാണ്, ഉറക്കമില്ല, ഒന്നുമില്ല. അപ്പൊ ഈ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയ വ്യക്തി ദൂതനോട് ചോദിച്ചു എന്തായാലും ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ദൂതൻ പറഞ്ഞു, ഇത് മറ്റൊന്നുമല്ല, ലോകത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളെല്ലാം ദൂതന്മാർ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുകയാണ്, ടൈപ്പ് ചെയ്ത് കയറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ എത്രയോ പ്രാർത്ഥനകൾ, ഒരു ദിവസം എത്ര പ്രാർത്ഥന ഇങ്ങോട്ട് എത്തുന്നു, അതെല്ലാം ടൈപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. കാരണം യേശു കർത്താവിന്റെ അടുക്കലേക്ക് കാണിക്കാൻ. മറ്റൊരു വശത്തും അതുപോലെ ഇരിക്കുന്നവർ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെല്ലാം തിരിച്ച് ലോകത്തിലേക്ക് അയക്കുന്നു. ഒരാള് കിട്ടുന്ന പ്രാർത്ഥന എല്ലാം വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുകയും മറ്റു ദൂതന്മാർ അവർ തിരിച്ചയക്കുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം. എന്നിട്ട് ഈ ദൂതൻ ഇദ്ദേഹത്തെയും കൊണ്ട് വേറൊരു റൂമിലേക്ക് പോകും. ഒരൊറ്റ ദൂതനേ ഉള്ളൂ അവിടെ. പഴയകാലത്ത് കമ്പ്യൂട്ടർ നമുക്കറിയാലോ, പഴയകാലത്ത് ടി വി നമുക്കറിയാമല്ലോ, 90കളിലുള്ള പുറകുവശമൊക്കെ തള്ളി ഇങ്ങനെ വലുതായിരിക്കുന്ന ഒരു ടി വി, ഇതുപോലെ മോണിറ്ററുള്ള ഒരു കമ്പ്യൂട്ടർ, നന്നായി പൊടിയടിച്ച് കിടക്കുന്ന ഒരു ദൂതൻ കീപാഡിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്തായാലും സംഭവിക്കുന്നത്? ഇത്രയും ദൂതന്മാർ അവിടെ രാത്രികൾ ഉറങ്ങാതെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ഉത്തരം അയക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഇവിടെ കിടന്ന് ഈ ഒരു ദൂതൻ ഉറങ്ങുന്നത് ഇത്രയും റെസ്റ്റ് എന്തിനാണ്? അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ജോലി ഈ പ്രാർത്ഥന അപേക്ഷകൾ സ്വീകരിച്ച് ഉത്തരം അയച്ചതിന് ശേഷം ലോകത്തിൽ നിന്ന് ഒരു നന്ദികളൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നന്ദി പറയാൻ ഒരുത്തരില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലിയിൽ ഉറങ്ങുകയാണ്. കമ്പ്യൂട്ടർ പൊടിയടിച്ചു പോയി, ആവശ്യമേ ഇല്ല. യാഥാർത്ഥ്യമല്ലേ പ്രിയമുള്ളവരെ? ധൃതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ഉത്തരം ഇപ്പൊ തന്നെ വേണം, ഇൻസ്റ്റന്റ് ആയിട്ട് വേണമെന്ന് പറയാറുണ്ട്. തിരിച്ചങ്ങോട്ട് അയക്കുമോ? ഇല്ല. എന്നെ യഹോവ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മളത് മറന്നു പോവുകയാണല്ലേ. മറക്കരുത് എന്ന് ഏതൊക്കെ പറയുമോ അതൊക്കെ മറക്കുകയാണ് നമ്മുടെ ജോലി. മറക്കരുത്. പ്രാർത്ഥിക്കാൻ മാത്രം മറക്കാതിരിക്കുകയല്ല, ഉത്തരം കിട്ടുമ്പോൾ രണ്ടിനെയും നീട്ടി സ്വീകരിക്കുക മാത്രമല്ല, തിരിച്ചങ്ങോട്ട് നന്ദി പറയാനും കൂടെ മറക്കരുത്. കാരണം യേശു കർത്താവാണ് എന്നെ പണിയുന്നവൻ, യേശു കർത്താവിനെ നിലനിർത്തിയിരിക്കുന്നവൻ, യേശു കർത്താവാണ് എൻ്റെ എല്ലാം ആയതുകൊണ്ട് എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും, എല്ലാ സ്തോത്രവും, എല്ലാ സ്തുതിയും അവിടെയാണ്. ഈ മാരാമൻ ഭദ്രാസനത്തിലുള്ളവർ ഒരു ദൂതനൊന്ന് ആക്റ്റീവ് ആക്കിക്കാട്ടെ. ഒരു ദൂതനെങ്കിലും ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങിക്കട്ടെ സ്വർഗത്തിൽ. നമ്മുടെ ഉത്തരങ്ങളെങ്കിലും നമ്മുടെ നന്ദിയെങ്കിലും അങ്ങോട്ട് ഇടപെടാതെ പോകട്ടെ. പ്രാർത്ഥനകളെക്കാളും കൂടുതൽ നന്ദി പറഞ്ഞാട്ടെ, പ്രാർത്ഥന വിഷയത്തെക്കാളും സ്തോത്രം പറഞ്ഞാട്ടെ. അത് അങ്ങോട്ട് പോകുമ്പോൾ ആക്ടിവേറ്റ് ആകും. അത് നമുക്ക് തിരിച്ച് പ്രതിഫലങ്ങൾ ധാരാളം കൊണ്ടുവരും. ദൈവമില്ലാത്ത ഒന്നും വേണ്ട പ്രിയമുള്ളവരെ, ദൈവം പണിയാത്തതൊന്നും വേണ്ട. മൂന്നാമതായി
എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ കൂടെ മൂഢ എന്ന് വിളിച്ചത്? 19-ാം വാക്യം. എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ അണ്ടുകൾ മതിയായ അനവധി വസ്തുവകൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു വ്യക്തിക്ക് സമ്പാദ്യം കൂടുമ്പോൾ ദൂർത്തടിക്കാതെ അത് സേവിച്ചു വയ്ക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ. നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും ചേർത്ത് വെക്കരുത്, പുഴുവൊക്കെ പിടിച്ചു ഒരിക്കലും ചേർത്ത് വെക്കരുത് എന്ന് പറയാറുണ്ടല്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ? ദൂർത്തടിക്കാൻ പറ്റുമോ? ഇവിടെ അവൻ ചെയ്തതിൽ എന്താ തെറ്റ്? തന്റെ നിലം നന്നായി വിളഞ്ഞതുകൊണ്ട്, ഏറിയ ആണ്ടുകൾക്ക് വേണ്ടി ധാരാളം വിളച്ച് കിട്ടിയത് കൊണ്ട് ദൂർത്തടിക്കാതെ ചേർത്ത് വെച്ചത് തെറ്റല്ല. പക്ഷേ ഗുഡ് സേവിങ് വിതൗട്ട് ദ സേവിയർ, അതാണ് അവനെ ഫൂൾ, മൂഢനാക്കി മാറിയത്. നല്ല ചേർത്ത് വയ്ക്കല്ല, രക്ഷകനില്ലാതെ ചേർത്ത് വെച്ചത് കൊണ്ടാണ് അവൻ മൂഢനായി മാറിയത്. അപ്പൊ ഇന്ന് രാത്രി ചേർത്ത് വയ്ക്കുന്നത് തെറ്റല്ല, സമ്പാദിക്കുന്നത് തെറ്റല്ല, നാളത്തേക്ക് വച്ചിരിക്കുന്നത് തെറ്റല്ല, ബാങ്കിൽ കുറച്ച് നിക്ഷേപിക്കുന്നത് തെറ്റല്ല, LIC പോളിസി എടുക്കുന്നത് തെറ്റല്ല. പക്ഷെ യേശു ഇല്ലാതെ, രക്ഷകനില്ലാതെ, യേശു കർത്താവിന്റെ കരുതലില്ലാതെ നമ്മുടെ സ്വന്തമായി മാത്രം ചിന്തിച്ചുകൊണ്ട് നാളത്തേക്ക് വേണ്ടി ഞാൻ എന്ന് പറയുമെങ്കിൽ അവിടെ തെറ്റാണ്. കാരണം നമുക്കറിയാമല്ലോ, സദൃശവാക്യങ്ങൾ 27:1 പറയും, നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസം എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോ ഓർക്കുക, നാളത്തെ ദിവസം കർത്താവില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞാൽ തെറ്റി. അവിടെയാണ് തെറ്റ് പറ്റിയത്. നാളത്തെ ദിവസം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവേ, എന്റെ വിളവ് നന്നായി തന്നതുകൊണ്ട് സ്തോത്രം, ധനം നന്നായി തന്നതുകൊണ്ട് സ്തോത്രം, എക്സസൈഡ് എനിക്ക് തന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവേ, ഇതെല്ലാം എനിക്ക് ഉണ്ടെങ്കിലും എന്റെ വിശ്വാസം മുഴുവനും നിന്റെ കയ്യിലാണ്. അതാണ് നമുക്ക് ആവശ്യം. പലപ്പോഴും ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ വിശ്വാസം മുഴുവനും ബാങ്കിലേക്ക് പോവുകയാണ്. പലപ്പോഴും നമ്മുടെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുമ്പോൾ നിക്ഷേപത്തിലേക്ക് കണ്ടുപോവുകയാണ്. ഇവിടെ സംഭവിച്ചതാണ്, യേശു കർത്താവ് നമുക്ക് പഠിപ്പിക്കുന്നത്, നിക്ഷേപം നല്ലതാണ്, വിളവ് നല്ലതാണ്, ധനം നല്ലതാണ്, സമ്പത്ത് നല്ലതാണ്, ചേർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷെ വിശ്വാസം കണ്ണും യേശുവിനായി തീരട്ടെ, മറ്റതെല്ലാം അവിടെ ഇരിക്കട്ടെ. അത് നിനക്ക് തിരിച്ചു തരുന്നവനും, അത് ഉപയോഗിക്കുവാനുള്ള നമുക്ക് കൃപ തരുന്നവൻ, ഉപയോഗിക്കുവാൻ ആരോഗ്യം തരുന്നവൻ, ആയുസ് തരുന്നവൻ യേശു കർത്താവായതുകൊണ്ട് ഉള്ളതെല്ലാം വച്ചിട്ട് യേശുവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പക്ഷെ പലരെയും നമ്മൾ കാണാറുണ്ടല്ലേ, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ദൈവത്തെ മറന്നു പോകുന്ന ഒരു തലമുറ നമുക്കറിയാൻ കഴിയും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കൊച്ചുകൂട്ടുകാരൻ ഒരു ബൈക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ പള്ളിയിൽ സ്ഥിരമായി പോയി അവിടുത്തെ അച്ഛനോടും പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു ബൈക്ക് വേണം. വീട്ടിലുള്ളവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ചില മാസങ്ങൾക്ക് ശേഷം ഒരു നല്ല ബൈക്ക് കിട്ടി. ബൈക്ക് കിട്ടിയപ്പോൾ പിന്നെ അവൻ പള്ളിയിൽ പോകത്തില്ല. ചോദിച്ചാൽ പറയും, എനിക്ക് രാവിലെ എടുത്താൽ ബൈക്ക് കഴുകണം, ബൈക്ക് ഓടിക്കണം, ബൈക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. പിന്നെ അവന്റെ ചിന്ത മുഴുവൻ എവിടെയാണ്? ബൈക്കിലാണ്. അപ്പൊ പ്രാർത്ഥിച്ച് കിട്ടിയത് തന്നെ അവന് ദോഷമായി മാറി. അതിന്റെ എൻ്റെ അർത്ഥം, പ്രാർത്ഥിച്ച് കിട്ടുന്നതൊക്കെയും ഇരിക്കട്ടെ, പ്രാർത്ഥിച്ച് തന്നവന് അന്വേഷിക്കാനുള്ള സമയം കണ്ടെത്തണം. നമ്മൾ പ്രാർത്ഥിച്ച് നേടിയതൊക്കെയും നല്ലതാണ്, പ്രാർത്ഥിച്ച് നേടുന്നതൊക്കെയും അനുഭവിക്കാനാണ്. പക്ഷെ അനുഭവിക്കുവാൻ വേണ്ടി അനുഭവിക്കുവാൻ തന്നവനെ അന്വേഷിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് രാത്രി കർത്താവ് അന്വേഷിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിയുള്ള തലമുറ ഇന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണം. ബുദ്ധിയില്ലാത്ത തലമുറകളായി ദൈവത്തെ വിട്ട് ഓടി നടക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുന്ന ദൈവമക്കളെ, ദൈവം തരുന്നതെല്ലാം പ്രാപിക്കുക. 100 മേനി വിളവ്, 30, 60, 100 മേനി കിട്ടട്ടെ. ദൈവമക്കൾ അനുഗ്രഹം പ്രാപിച്ചവരായി തീരുക. ദൈവമക്കൾ ഉന്നത സ്ഥാനം പ്രാപിക്കുക. ദൈവമക്കൾ ഉയർന്ന സ്ഥാനം പ്രാപിക്കുക. പക്ഷേ അവിടെ രക്ഷകനെ മറക്കാതെ യേശു കർത്താവിനെ കൊണ്ട് നടക്കണം. അല്ലാതെ വെറും ചേർത്ത് വയ്ക്കൽ മാത്രമല്ല, യേശുവിനെ പുറന്തള്ളിയാൽ ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. മൂഢന്മാരായി മാറുകയാണ്. ഇന്ന് രാത്രി നമുക്ക് എന്തൊക്കെ ഉണ്ടാകില്ല, യേശു കർത്താവിനെങ്കിലും ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം മാറിപ്പോകും. ചരിത്രത്തിൽ ഞാൻ വഹിച്ച ഒരു കാര്യമാണ്. പോളണ്ടിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടന്നു. ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു വ്യക്തി ഇലക്റ്റായി, അദ്ദേഹത്തെ വോട്ടിട്ട് ജയിപ്പിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണമാണ്.
സ്ഥാനാരോഹണത്തിന് മുൻപായി തന്റെ വീട്ടിൽ വലിയ പാർട്ടി അദ്ദേഹം വെച്ചു. പാർട്ടി വെച്ചിട്ട് പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ സ്ഥാനം, ജനങ്ങളെല്ലാം എനിക്ക് വോട്ട് തന്നു, ദൈവം വന്നാൽ പോലും ഈ ഞാൻ സ്ഥാനത്തിരിക്കുന്ന തടസ്സപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ചരിത്രം പറയണം, അന്ന് രാത്രി ഹൃദയരോഗം വന്ന് മരിച്ചുപോയി പ്രിയമുള്ളവരെ. അടുത്ത ദിവസം ആ സ്ഥാനാരോഹണത്തിന് പോകാനോ പ്രസിഡന്റ് ആകാനോ ഭരിക്കുവാനോ കഴിഞ്ഞില്ല. 1 minute can change your entire life. നിന്റെ ജീവിതം മുഴുവനും ഒറ്റ മിനിറ്റ് കൊണ്ട് മാറ്റിമറിക്കുവാൻ കഴിയും. ചേർത്ത് വയ്ക്കുന്ന ദൈവവേദനയെ ചേർത്ത് വച്ചോളൂ. യേശുവിനെ മുൻനിർത്തിക്കോളൂ. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊള്ളൂ. അവങ്കലേക്ക് മാത്രമാണ് നോക്കേണ്ടത്. അവൻ തന്നതിലേക്ക് നോക്കരുത്. അവന്റെ തിരുമുഖം അന്വേഷിച്ചോളൂ. അവൻ തന്നത് അന്വേഷിക്കേണ്ട. അതെല്ലാം പുറകെ ഒരു വചനം എന്താണ് പറയുന്നത്? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ പിൻപേ ബാക്കിയെല്ലാം കടന്നു വരും. ദൈവം യഹോവയുടെ ഇടയനാകുന്നു. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ആ പിന്തുടർന്ന് വരുന്നവനെ യൂട്ടേൺ എടുത്ത് നമ്മൾ നോക്കിയാൽ യേശു കർത്താവ് പുറകെ പോയി പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, തന്നതെല്ലാം നന്മയ്ക്കായി. തന്നതിൽ കണ്ണില്ല, തന്നവനിലാണ് കണ്ണ്. അനുഗ്രഹത്തിൽ കണ്ണില്ല, അനുഗ്രഹിച്ചവനിലാണ് കണ്ണ്. സൃഷ്ടിയിലല്ല എന്റെ കണ്ണ്, സൃഷ്ടിച്ചവനിലാണ് എന്റെ കണ്ണെന്ന് പറഞ്ഞ് ആരൊക്കെ ഓടുന്നുവോ അവർ തന്റെ മാറോടണച്ച് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു യേശു കർത്താവ് ഇന്ന് രാത്രി ഇവിടെയും നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നമ്മെ വിടുവിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മുടെ കുറവുകളെ മാറ്റി തരുവാൻ, നമ്മുടെ ബലഹീനതകളെ മാറ്റി തരുവാൻ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിപ്പാൻ യേശു കർത്താവ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 1 minute എന്ന് പറഞ്ഞല്ലോ. വെറും മോശപ്പെട്ട രീതിയിൽ ഇരിക്കുന്ന വ്യക്തിയും 1 minute കൊണ്ട് കർത്താവിനെ മാറ്റാൻ കഴിയും. ഉന്നത സ്ഥാനത്തിലിരിക്കുന്നവരെയും 1 minute കൊണ്ട് താഴെ ഇറക്കാൻ കഴിയും. കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണ് മുഴുവനും യേശുവിൽ വെച്ചാട്ടെ. കാരണം എന്താണ് പ്രിയമുള്ളവർ? എത്ര നിലവിളഞ്ഞാലും എത്ര അനുഗ്രഹം വന്നാലും അതെല്ലാം അനുഭവിക്കുവാൻ ശ്വാസവും ജീവനും ഒക്കെ തന്നില്ല എങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ക്യാൻസർ സെന്ററുകളിൽ നിങ്ങൾ പോയി നോക്കുക. ഉന്നതന്മാർ, ധനാഠ്യന്മാർ, കോടീശ്വരന്മാർ ഒന്നുമില്ലാതെ കിടക്കുകയാണ്. ലക്ഷറീസ് കാറുകളിൽ നടക്കുന്നവർക്ക് വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അവർ പറയും, എനിക്ക് കാറിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഈ ചെയറിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. തങ്ങളുടെ കബോർഡുകൾ നോക്കിയാൽ 1000 വസ്ത്രങ്ങൾ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന നീല വസ്ത്രം മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം എന്തെന്നറിയാമോ? ഈ യേശു നമുക്ക് വേണം. തന്നതൊക്കെ അനുഭവിക്കുവാനും തന്നതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും 1ാം സ്ഥാനം യേശു കർത്താവാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു, ഇന്ന് നമ്മുടെ സന്ദേശം മുഴുവനും അതാണ്. യേശു അല്ലാതെ എനിക്കൊന്നുമല്ല, യേശു ഇല്ലാതെ ഞാനില്ല, യേശു ഇല്ലാത്തതും എനിക്ക് വേണ്ട, യേശു ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സർവ്വം എന്നെ അളന്നു തൂക്കി നോക്കിയാൽ എല്ലാം യേശു എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ അനുഗ്രഹിക്കപ്പെട്ടവൻ ഭൂലോകത്തിൽ ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിനെ സ്തുതിച്ചാണ്. അവസാനമായി, ഗുഡ് വർക്ക് ബട്ട് നോട്ട് എ ഗോഡ്ലി വർക്ക്. നല്ല പ്രവൃത്തിയാണ് അല്ലേ അവൻ ചെയ്തത്. കാരണം ഇടിക്കുന്ന നല്ലതാണ്, കളപ്പുര കെട്ടുന്നത് നല്ലതാണ്, ചേർത്ത് വയ്ക്കുന്ന ആരും മോശം പ്രവൃത്തി എന്ന് പറയുന്നത്. കാരണം എല്ലാം നല്ല പ്രവൃത്തിയാണ്, പക്ഷേ ദൈവ പ്രവൃത്തിയല്ല. കാരണം യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യം പറയും, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് അവന് പാപം. ഇവൻ നന്മ ചെയ്തതായി പറയുന്നില്ലല്ലേ? അവൻ എന്താണ് പറയുന്നത്? വർഷങ്ങൾക്കായി എന്റെ കളപ്പുരകൾ ഞാൻ വലുതാക്കി ചേർത്ത് വയ്ക്കും. ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞില്ല. അപ്പൊ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപം. ഈ ആദ്യത്തെ ദിവസം തന്നെ ഓർത്താട് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കൂടെ അനുഗ്രഹമായിരിക്കാനാണ്. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരുപാട് പേർക്ക് അനുഗ്രഹമായിരിക്കും. അതല്ലേ? അപ്പൊ നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത് എന്താണ്? കളപ്പുരകൾ ഓരോന്നോരോന്നായി വലുതാക്കി ധാരാളം കളപ്പുരകളെ ഉണ്ടാക്കിയിട്ട് അതിന് മുൻപിലിരുന്ന് എനിക്ക് വേണ്ടി ഉണ്ടാക്കി കളപ്പുര എന്ന് പറഞ്ഞു തീരുമ്പോൾ ആള് പോയി. അതല്ല, കർത്താവേ നീ അനുഗ്രഹിച്ചു, ഞാനും എനിക്ക് നിറഞ്ഞിട്ട് മറ്റുള്ളവർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന്, മറ്റുള്ളവർക്കുള്ളത് മറ്റുള്ളത്. അതല്ലേ മത്തായി സുവിശേഷം 25-ൽ അന്ത്യനാളിൽ യേശു പറയുന്നത്? അനുഗ്രഹിക്കപ്പെട്ടവരെ വരിക, ശമിക്കപ്പെട്ടവരെ. എന്താ എന്നെ കണ്ടിട്ട് നിങ്ങൾ എന്നെ നോക്കി വന്നില്ല, ആഹാരം തന്നില്ല, വസ്ത്രം തന്നില്ല, ഇതൊക്കെ ചെയ്യാൻ അറിഞ്ഞിട്ടും നീ ചെയ്യാത്തത് നിനക്ക് പാപമാണ്. ചെയ്യാത്തത് കൊണ്ട് പോകാം. അതല്ലേ തിരുവചനം? യേശു കർത്താവ് പഠിപ്പിക്കുന്നത് ഇത് നല്ല പ്രവൃത്തികൾ ചെയ്യുക, പക്ഷെ ദൈവിക പ്രവൃത്തി കൂടെ ചെയ്യുക. ലോകത്തിൽ നല്ലത് എന്നല്ല, ദൈവികം കൂടെ ചേർത്ത് നല്ലതാകണം. സൽപ്രവൃത്തികൾ ദൈവിക പ്രവൃത്തിയായി മാറണം. മനുഷ്യൻ കാണാൻ ചെയ്യുന്നതല്ല, ദൈവം കാണാൻ ചെയ്യുന്നത്.
ചെയ്യണം. വെളിയെ കാണുന്നതല്ല ചെയ്യേണ്ടത്, അകമേ കാണുന്നവൻ കാണുന്നത് ചെയ്താൽ അതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് നിറഞ്ഞിട്ട് ബാക്കിയുള്ളത് ദൈവത്തിന് മറ്റുള്ളവർക്ക് കൊടുത്താണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കൊടുത്തു നോക്കുക, അപ്പോഴേ അറിയാൻ പറ്റും അതിന്റെ ഒരു ടേസ്റ്റും അനുഗ്രഹവും. പിടിച്ചു വച്ചിരിക്കുന്നവരും കൊടുത്തു വെക്കുന്നവരും ഇന്റർവ്യൂ ചെയ്ത് നോക്കുക. കൊടുക്കുന്നവർക്ക് ഇന്നെ കൊടുക്കണം എന്ന് തോന്നിക്കൊണ്ടേ അതൊരു ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം, ഒരു അനുഗ്രഹമാണ്. നന്മ ചെയ്യണം മറ്റുള്ളവർക്ക്. കുറവുള്ളവരെ കാണുമ്പോൾ നന്മ ചെയ്താട്ടെ. പ്രാർത്ഥിക്കുവാൻ ആവശ്യമുള്ളവർക്ക് പ്രാർത്ഥിച്ചാട്ടെ. ചിലർ പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ച് നീ നന്നാകണ്ട. ആ ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഞാൻ പറയാൻ പോവുകയാണ്, അനുഗ്രഹിക്കാൻ പോവുകയാണ്. മറ്റുള്ളവർ അനുഗ്രഹിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും, മറ്റുള്ളവർ കൊടുക്കുമ്പോൾ എന്നെ കുടുംബത്തിൽ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്ന ഭാവത്തോടുകൂടെ നീ ചെയ്താൽ നമ്മൾ മൂഢന്മാരല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമല്ല, ആത്മാവിന് വേണ്ടി പ്രാണനും കൂടെ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, മൂഢ ഇന്ന് രാത്രി എന്റെ പ്രാണൻ എന്നല്ലേ പറഞ്ഞു. നമുക്ക് പറയാം, ഇന്ന് രാത്രി എന്റെ പ്രാണൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുക, ദൈവമേ എന്റെ വിളച്ചിലെല്ലാം ദൈവം കൂടെ ഉള്ളതായിരിക്കും, എന്നെ പണിയുന്നതെല്ലാം ദൈവം കൂടെ ഉള്ളതായിരിക്കും, എന്നെ ചേർത്ത് വയ്ക്കുന്നതിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരിക്കും, എന്റെ പ്രവൃത്തികളിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ നമ്മെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ലോകത്തിലില്ല. നമ്മെല്ലാം അനുഗ്രഹിപ്പാൻ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. ആരെയും വെറുതെ തള്ളുന്നവനല്ല യേശു കർത്താവ്, ആരെയും തള്ളിക്കളയുന്നവനല്ല യേശു കർത്താവ്, ആരെയും ഉപേക്ഷിക്കുന്നവനല്ല യേശു കർത്താവ് എന്ന് നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ നിന്റെ വലങ്കരത്താൽ എന്നെ പിടിക്കണമെന്ന് നമുക്ക് പറയാമോ? യേശു കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ചാൽ, യേശു കർത്താവ് നമ്മെ അനുഗ്രഹിച്ചാൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്. എല്ലാം ഉണ്ടായിട്ടും സ്വസ്ഥതയില്ലെങ്കിൽ ഒന്നുമില്ല ദൈവമക്കളെ. എല്ലാം ഉണ്ടായിട്ടും സന്തോഷമില്ല ഒന്നുമില്ല. കുടുംബങ്ങളുടെ അകത്ത് പോയി നോക്കുക, ഒറ്റപ്പെട്ട് ധാരാളം പേർ കിടക്കുകയാണ്. അവർ പറയും, എല്ലാം എനിക്കുണ്ട്, സ്വസ്ഥതയില്ല. അവരോട് ചോദിക്കണം, എല്ലാം ഉണ്ടായിരുന്നപ്പോ നീ ദൈവത്തെ അന്വേഷിച്ചോ? അവർ പറയും, ഇല്ല, അന്ന് എനിക്ക് സമയമില്ലായിരുന്നു. ധാരാളം പ്രാസംഗികന്മാർ വന്നു, യേശുവിനെ അന്വേഷിക്കാൻ പറഞ്ഞു, പള്ളിയിൽ പോകാൻ പറഞ്ഞു, ഞാൻ അതെല്ലാം ചെയ്തില്ല. കാരണം എല്ലാം നേടണമെന്നുള്ള ആവേശം ഉണ്ടായിരുന്നു. നേടിക്കഴിഞ്ഞപ്പോ ആരും എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്, രോഗിയാണ്, ദീനം പിടിച്ച് കിടക്കുകയാണ്, ഭക്ഷിക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയെ നിങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്, ആരുമില്ലെങ്കിലും തുണയായി യേശു കർത്താവുണ്ട്. തുണയെനിക്ക് യേശു കർത്താവേ, വലമിടമായിടങ്ങൾ വീണാലും വലിയവൻ എനിക്ക് തുണയുണ്ടെന്ന് പറയുന്ന യേശു കർത്താവിന്റെ രാത്രി വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ അടുക്കിലേക്കാണ് നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. യേശു കർത്താവേ, മൂഢ എന്നുള്ള വിളിക്കല്ല, മകനെ മകളെ എന്ന് എന്നെ വിളിക്കുവാൻ ഞാനിതാ അടുക്കിലേക്ക് വരികയാണ്. എന്നെ മാടി വിളിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രാരംഭ ദിവസത്തിൽ ദൈവമേ, യേശു കർത്താവിന്റെ തിരുവചനത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രമെന്ന് പറയാമോ? കരുണയുടെ കർത്താവേ, ഞങ്ങളുടെ ബലത്താലും ഞങ്ങളുടെ കഴിവുകളാലും ഒന്നും സാധ്യമല്ല, ഞങ്ങളുടെ കൃപയാൽ എല്ലാം സാധ്യം. എൻ്റെ രോഗം മാറണമെങ്കിൽ എത്ര മരുന്ന് കഴിച്ചാലും കർത്താവിന്റെ കൃപ കൂടെ ക്രിയയും നടന്നാലേ സാധ്യമാണ്. എൻ്റെ ഭക്ഷണം അനുഗ്രഹമാകണമെങ്കിൽ എന്തൊക്കെ നേടിയാലും യേശു കർത്താവിന്റെ കൃപ കൂടെ വേണം. എല്ലാത്തിനും ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ. വചനം കേട്ട ദൈവമക്കൾ ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചാട്ടെ. കർത്താവേ, ഈ വ്യക്തിയെ പോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറഞ്ഞ് ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ വിട്ടിട്ട് പറഞ്ഞാൽ യേശു യേശു. എൻ്റെ ചെറിയ ഞാനെ പിടിച്ച് പുറത്താക്കിയിട്ട് ഇന്നു മുതൽ യേശുവാണ് ഞാൻ നേടിയതെല്ലാം യേശു. എൻ്റെ കുടുംബം കർത്താവ് തന്നത്, എൻ്റെ വ്യക്തി ജീവിതം കർത്താവ് തന്നത്, എൻ്റെ സമ്പത്തും യേശു തന്നത്, ഇതെല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിനായി. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ലോകത്തിൽ സമാധാനത്തോട് സന്തോഷത്തോട് ഭിന്നതകളില്ലാതെ ഐക്യത്തോട് ജീവിക്കുന്ന കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം അവിടെ യേശു കർത്താവ് നാഥനായിരിക്കട്ടെ. യഹോവ ഭവനം പണിയാതെ പണിയുന്നവർ വൃഥാധ്വാനിക്കുക, യഹോവ നഗരം കാക്കാതിരുന്നാൽ കാക്കുന്നവർ വൃഥാ ചാക്കരിക്കുക. ഇന്ന് രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയാം, നമ്മുടെ ആവശ്യങ്ങൾ,
നമ്മുടെ കുറവുകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ നൊമ്പരങ്ങൾ എല്ലാം കൊടുത്തുകൊണ്ട് കർത്താവിന്റെ വലങ്കരത്താൽ എന്നെ പിടിക്കണമേ. ചെങ്കടൽ മുന്നിൽ തിരച്ചു വന്നാൽ, എരിയും തീച്ചൂട പോലത്തെ ശോധനകൾ എനിക്ക് വന്നാൽ, യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല. 7 മടങ്ങ് ചൂടായ ഒരു അനുഭവം എനിക്ക് വന്നാൽ, യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ പതറുകയില്ല കർത്താവേ, ഞാൻ തളരുകയില്ല. കാരണം യേശു. ഒരു ചിന്തയോട് മാത്രം എന്റെ വീട്ടിലേക്ക് പോവുക. യേശു, വേറെ ഒന്നും വേണ്ട. യേശുവാണ് എല്ലാത്തിനും മേലായവൻ, യേശുവാണ് എല്ലാത്തിനും വലിയവൻ, യേശുവാണ്. ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ കർത്താവിന്റെ കരം മുറുകെ പിടിച്ചുകൊണ്ട് പറയുക, യേശു എനിക്കെല്ലാമാണ്, മറ്റൊന്നുമല്ല, യേശുവാണ്, യേശുവാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് യേശു കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയാം, കർത്താവേ പതറുകയില്ല, കർത്താവേ ഞാൻ പതറുകയില്ല. എന്തൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ, എന്തൊക്കെ കഷ്ടതകൾ വന്നാലും ഞാൻ വീഴുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ചില മിനിറ്റുകൾ കർത്താവിനോടുകൂടെ പ്രാർത്ഥിച്ച് അവരവർ ദൈവത്തോട്, ആര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, നമ്മൾ ദൈവത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടി, കർത്താവേ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ
കർത്താവിന്റെ അടുക്കലേക്ക് വന്നാൽ എന്റെ കാന്തനവൻ തോറ്റു, അവൻ എന്നെ കാത്തിടും, അവൻ എന്നെ പരിപാലിക്കും. വേദനയോടുകൂടെ ആരെങ്കിലും ഇതിനകത്ത് നിൽപ്പുണ്ടെങ്കിൽ, ബലഹീനതയോട് നിൽക്കുന്നുണ്ടെങ്കിൽ, ശോധനയോട് നിൽക്കുന്നുണ്ടെങ്കിൽ, എല്ലാം തളർന്നുപോയി തകർന്നുപോയി നിൽക്കുന്നുണ്ടെങ്കിൽ, എല്ലാം നഷ്ടത്തോട് നിൽക്കുന്നുണ്ടെങ്കിൽ, അവൻ നമ്മെ കൈവിടുകയില്ല, അവൻ നമ്മെ അനാഥനായി തള്ളുകയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഇപ്പോൾ തന്നെ യേശു കർത്താവിന്റെ കരം നമ്മെ സ്പർശിക്കുന്നു. കർത്താവിനോട് പറഞ്ഞ കർത്താവേ, ഗർജിക്കും സിംഹങ്ങളുടെ നടുവിൽ പോലെയാണ്, പക്ഷേ സിംഹങ്ങളെ സൃഷ്ടിച്ച കർത്താവിന്റെ കൂടെയാണ്. ചെങ്കടലിന് മുമ്പ് പോലെയാണ്, പക്ഷേ ചെങ്കൽ പാത ഒരുക്കിയ കർത്താവാണ്. ദൈവമേ, പ്രിയമക്കളെ നീ തൊടണമേ, ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ അടിപ്പിണരുകളാൽ സൗഖ്യം നൽകണമേ, ബലഹീനതകൾ മാറ്റിക്കൊടുക്കണമേ, ഹൃദയഭാരങ്ങൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ, ഈ കൺവെൻഷനിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ നന്മകളാൽ നിറയ്ക്കണമേ, വലിയ നന്മകളാൽ നിറയ്ക്കണമേ, ഞങ്ങളുടെ കരം നീട്ടുന്നത് അറിയുവാൻ, ഞങ്ങളുടെ കരസ്പർശനം അനുഭവിക്കട്ടെ, ഞങ്ങളുടെ കരത്താൽ തൊടപ്പെടുവാൻ ഞങ്ങളുടെ മക്കൾ അറിയട്ടെ. കർത്താവേ, ഈ സമയം ഒരു വിടുതൽ ഉണ്ടാകട്ടെ, ആശ്വാസം ഉണ്ടാകട്ടെ, ക്രമക്കേടുകൾ മാറട്ടെ, സമാധാനക്കേടുകൾ മാറട്ടെ, കുടുംബത്തിന്റെ ഭിന്നതകൾ മാറട്ടെ. യേശു കർത്താവായിരുന്നതാ, യേശു കർത്താവ് ധനവാനായിരുന്നതാ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ മെത്രാപ്പൊലീത്തെ അനുഗ്രഹിക്കണമേ, ഈ ഭദ്രാസനത്തിൽ ബിഷപ്പിനെ നീ അനുഗ്രഹിക്കണമേ, വൈദികന്മാർ, വിശ്വാസ കുടുംബങ്ങൾ, ദേശനിവാസികളെ അനുഗ്രഹിക്കണമേ, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.